ഇവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ക്ലാസ് റൂമിൽ തന്നെ ഒരു മണിക്കൂറുള്ള ഒരു പീരീഡ് ഇവർക്ക് കംപ്ലീറ്റ് അടങ്ങിയിരുന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത്രയധികം ഇൻഫർമേഷൻസ് ഒന്നും ആർക്കും വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമുക്ക് പിന്നെ ഡിവൈസിന്റെ അണ്ടറിൽ നമ്മളാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ അണ്ടറിലാവണം ഡിവൈസ്. കുട്ടികൾക്ക് ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ഡോക്ടറിന്റെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ബസ്സിലൊക്കെ പോവുകയാണെങ്കിലും കുഞ്ഞു കുട്ടികളെ അടങ്ങിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പേരൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരടങ്ങി അവിടെ ഇരുന്നോളൂ. അത് അവരെന്താ കാണുന്നില്ല, നമ്മൾ എന്താണോ വലിയൊരു കാണുന്ന കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ്, അതിപ്പം യൂട്യൂബ് ആയിരിക്കാം, ഷോർട്സ് ആയിരിക്കാം, കാര്യങ്ങളായിരിക്കാം, അത് തന്നെയാണ് ഈ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇതിലേക്ക് എത്തിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനാണ് ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. പിന്നെ ഡിജിറ്റൽ ഡിവൈസുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണക്കുറവ് വലിയ ആളുകൾക്കുണ്ട്. കാരണം ഇതെങ്ങനെ ഈ പെട്ടെന്ന് വരികയായിരുന്നല്ലോ ഫേസ്ബുക്കും അങ്ങനെയുള്ള, അതിന് മുമ്പ് പിന്നെ ഓർക്കുട്ട് അങ്ങനെ ഓരോ സംഗതി പെട്ടെന്ന് വരികയായിരുന്നല്ലോ. ഇതിനെങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒരു കുറവുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെയാണ് ഇതിനോട് പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ കുട്ടികളും ഡിവൈസ് കുട്ടികൾക്ക് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അത് എന്താണ് കുട്ടികൾക്ക് വെച്ചു കൊടുക്കേണ്ടത് അതിനെ കുറിച്ചിട്ട് ആർക്ക് ധാരണ വേണം. അതായത് കുറെ കൂടി പ്രൊഡക്റ്റീവും ക്രിയേറ്റീവും ആയ നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന. അതിനെ കുറിച്ചിട്ട് ആർക്ക് ധാരണ വേണം? പേരൻസിനും ടീച്ചേഴ്സിനും ധാരണ വേണം. പിന്നെ ഇപ്പോൾ ഡ്യൂലിംഗോ പോലെയുള്ള കുട്ടികൾക്ക് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭാഷ പഠിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഡ്യൂലിംഗോ. ഇപ്പോൾ ഗെയിമിൽ അഡിക്ഷനായ കുട്ടികളുണ്ടാവും. അഡിക്ഷനായ കുട്ടികൾക്ക് സ്ക്രാച്ച് പോലുള്ള സാധനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഗെയിം ഉണ്ടാക്കും. ഇപ്പോൾ കുട്ടികൾ ഫുള്ള് ഗെയിം അഡിക്ഷൻ ആണെങ്കിൽ കുട്ടികളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, പിന്നെ നിനക്ക് ഇതുപോലത്തെ ഒരു ഗെയിം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് എങ്ങനെ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാം എന്നൊരു തോട്ട് കുട്ടിയുടെ ഉള്ളിൽ വരും. അപ്പൊ അങ്ങനെ അതിനൊന്ന് ടേൺ ചെയ്യാനുള്ള, അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ പിന്നെന്താണ് ഉപയോഗപ്രദമായ കുറെ കാര്യങ്ങളും ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, പിന്നെ പേരൻസിനും ടീച്ചേഴ്സിനും ഒരു ധാരണ ഉണ്ടെങ്കിൽ അതാണ് ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുക. അത് പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. കുട്ടികളോട് ഇപ്പോൾ അത് ഇത് ഉപയോഗിക്കണ്ട എന്ന് വിലക്കാനല്ല, അത് എങ്ങനെ പിന്നെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ പിന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ ആർക്ക് വേണം, പിന്നെ ഇതിനെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടായാൽ തന്നെ കുറെ കൂടി അവർക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, സമയം ലിമിറ്റ് ചെയ്യാൻ പറ്റും. ആ ലിമിറ്റ് ചെയ്യുന്ന സമയത്തിന് എന്ത് കാണണം എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, പിന്നെ ഈ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങൾ പിന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും സാധ്യതകളുടെ കാലത്ത് ജീവിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവരറിയുന്നുണ്ടാവാം, അറിയാതെയോ. അതായത് എത്രയും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നതെന്ന് ഇപ്പം ടീച്ചേഴ്സിൻ്റെ നിന്നാണെങ്കിലും പേരൻസിൻ്റെ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ക്ലാസ് റൂമിൽ തന്നെ ഒരു മണിക്കൂറുള്ള ഒരു പീരീഡ് ഇവർക്ക് കംപ്ലീറ്റ് അടങ്ങിയിരുന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ബുക്ക് കൊടുത്താൽ അത് വായിക്കാൻ പോലുള്ള ആ ഒരു അറ്റൻഷൻ സ്പാൻ കുട്ടികൾക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ അടുത്ത് പിന്നെ റിസർച്ച് വന്നിരുന്നു കുട്ടികളെ കുറിച്ചിട്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റിലധികം കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കുട്ടികളുടെ ഈ അറ്റൻഷൻ സ്പാൻ എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയും, അതൊരു കണ്ടീഷനാണ്. പിന്നെ ഇത് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക. കാരണം കുട്ടികൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അവരുടെ മൈൻഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോകും. അപ്പോൾ ഒരു കാര്യത്തിൽ അങ്ങനെ ഫോക്കസ് കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. ഈ ഓപ്രസിന്റെ പിന്നെ 2024 വേർഡായിട്ട് തെരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നാണ്. റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്താ ജീർണിച്ചു പോവുക, അഴുകുക എന്നൊക്കെ പറയും. ഈ എങ്ങനെയാണ് നമ്മുടെ പിന്നെ ബ്രെയിൻ അഴുകുന്നത്? ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഇപ്പൊ ഇത്രയധികം ഇൻഫർമേഷൻസ് ഒന്നും ആർക്കും വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമുക്ക് പിന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ വലിയ ചാനലുകൾ വരെ ഈ നാട്ടിൽ മൊത്തമുള്ള CCTVകളുണ്ട്. അതിലുള്ള ആക്സിഡന്റ് ദൃശ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവരിങ്ങനെ ഇരുന്നിട്ട് അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ന്യൂസുകൾ വിടും. ലൈഫിൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ലോകത്തുള്ള പ്രശ്നങ്ങള്, വിവാദങ്ങള്, പിന്നെ പ്രത്യേകിച്ച് ലൈഫിൽ നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെയാണ് വലിയ ന്യൂസായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് നമുക്ക് തരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ലൈഫിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പോൾ നമുക്കറിയില്ലേ, ചില സമയത്ത് നമുക്കൊരു മനസ്സിനൊരു പിന്നെ മൊത്തത്തിൽ ഒരു ക്ഷീണം ഫീൽ ചെയ്യും. എന്തുകൊണ്ടാ വെച്ചാൽ ഇതുപോലെ ഏതോ മനുഷ്യര്
എവിടെയുള്ള മനുഷ്യർ ആരെയോ വിളിച്ച തെറിയായിരിക്കും, അത് നമ്മൾ വായിക്കും. കാരണം എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ ആരെയോ വിളിച്ചൊരു തെറി ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കല്ലേ. ഇപ്പൊ നമ്മുടെ അയൽപ്പക്കത്തൊരു മോശം ഫാമിലിയോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും കുടുംബ പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ കേൾക്കാണ്. പണ്ട് അങ്ങനെ അയൽപ്പക്കത്തുള്ള പ്രശ്നം മാത്രം നമ്മൾ കേട്ടാൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ലോകത്തുള്ള മൊത്തം പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നു. ലോകത്തുള്ള ആൾക്കാർ തല്ലിടുന്നതൊക്കെ നമ്മൾ അറിയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? അപ്പോഴാണ് ഈ ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നത്. നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്തിട്ട്, നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്തിട്ട് അവസാനം നമ്മുടെ ബ്രെയിനാണ് എന്ത് ചെയ്യുന്നത്, അഴുകി പോകുന്നത് എന്നുള്ളതാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ, അഥവാ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് തീരുമാനം എടുക്കണം. എന്തൊക്കെ ഞാൻ കാണണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതാവും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അറിയില്ല, നമ്മളിങ്ങനെ തുറന്നിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങനെ മൂവി, നമുക്കൊരു ബോധം വേണം പിന്നെ എന്താണ് ഞാൻ ഇതിൽ നിന്ന് കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഗതിയായിട്ട്. അപ്പം നേരത്തെ പറഞ്ഞു സുവർണ്ണകാലമാണെന്ന്. പക്ഷേ ഈ സുവർണ്ണകാലത്തിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സുവർണ്ണകാലത്തിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കുണ്ട്, നമ്മുടെ വരുന്ന കുട്ടികൾക്കുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സുവർണ്ണകാലം എന്ന് പറഞ്ഞു, ഈ ഒരു കാലം ഇനി വരാൻ പോകുന്ന കാലമൊക്കെ സുവർണ്ണകാലമാണ്. ആർക്കാണിത് സുവർണ്ണകാലം? സുവർണ്ണകാലം എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഈ പുതിയ കാലത്തെ എന്താണ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത് സുവർണ്ണകാലം. പഠിക്കാൻ തീരുമാനിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ടൈം വേസ്റ്റ് ആക്കാൻ അത്രയധികം സൗകര്യം തന്നെ പറയാം, അത്രയധികം സൗകര്യം ടൈം വേസ്റ്റ് ആക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഒരു ഒരു സൂപ്പർ മാർക്കറ്റിലോ മാളിലൊക്കെ പോവുകയാണെങ്കിൽ അത് നമുക്കൊരു സൗകര്യമാണ്. എങ്ങനെയാണ് സൗകര്യമാവുന്നത്? ഒരു കട തന്നെ പോയാൽ മതി, നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം, നമ്മുടെ സമയ ലാഭമാണ് അല്ലെ. പക്ഷെ അതൊരു പ്ലാനിങ് ഇല്ലാതെ പോയാലോ, കാണുന്ന സാധനം ഒക്കെ നമ്മൾ വാങ്ങിക്കും, എന്നിട്ട് അവസാനം അത്യാവശ്യമുള്ള സാധനം ചിലപ്പോൾ വാങ്ങും ചെയ്യൂല. അങ്ങനെ അപ്പൊ നമുക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സമയം എല്ലാ സംഗതി ഒക്കെ ലാഭമാണ്. പക്ഷെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങ് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയും. നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് അറിഞ്ഞൂടാ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടേണ്ടത്. വെറുതെ ഒരു കുറച്ച് സമയം കിട്ടുമ്പോൾ വേഗം അതിലേക്ക് പോവുക, അത് അങ്ങനെ പോയാൽ അങ്ങനെ സമയം പോകുന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു പ്ലാനിങ് വേണം. പിന്നെ ഇന്ന സംഗതിയൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ, പിന്നെ നമുക്ക് പിന്നെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറുള്ളൂ. അതായത് അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ ഡിജിറ്റൽ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ ഹാബിറ്റ്സ് പറയുമ്പോൾ നമുക്ക് കൃത്യമായൊരു, ഇപ്പോൾ കുറെ ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഫോൺ ഉപയോഗിക്കും. ഫോൺ കുറച്ചു നേരം മാറ്റി വെച്ച ഒരു പ്രശ്നമല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ച എന്താ പ്രശ്നം? നമുക്ക് ഇത് ഫുഡിന്റെ ടേസ്റ്റ് അറിയില്ല. കുഞ്ഞുങ്ങൾ പോലും വെച്ചു കൊടുത്തിട്ട്, മൊബൈൽ വെച്ചു കൊടുത്തിട്ടാണ് കുട്ടികളെ ഫുഡ് കൊടുക്കുന്നത്. അത് തീരെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തന്നെയും ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴൊക്കെയാണ് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഇതില് പ്രൊഡക്റ്റീവായ കുറെ പിന്നെ പ്ലാറ്റ്ഫോമുകളുണ്ട്. നല്ല ഫ്രണ്ട്സിനെ മാത്രം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാർ ആരെയൊക്കെ വിളിക്കുന്ന തെറിയലുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളവർ വളരെ മോശമായിട്ടോ മറ്റോ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അൺഫ്രണ്ട് ചെയ്യാം. കാരണം ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കമന്റുകൾ, അവരുടെ പോസ്റ്റുകൾ, ഇപ്പോൾ ആളുകൾ പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണ്, വേറെ ഏതെങ്കിലും ആൾക്കിട്ട് കൊള്ളണം, വേറെ ഏതോ സംഘടനയത്തെ പാർട്ടിയത്തെ ആൾക്കിട്ട് കൊള്ളണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പോസ്റ്റ് ഇടുക. അപ്പോൾ ശരിക്കും ഇതൊരു സംവാദമല്ല അവിടെ നടക്കുന്നത്, അവിടെ ഒരു തർക്കങ്ങളും വിവാദങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന, പിന്നെ ഒരുപാട് ഈ പോസിറ്റീവ് അല്ലാത്ത അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുക, അൺഫ്രണ്ട് ചെയ്യുക. പിന്നെ നല്ല അതായത് നല്ല പിന്നെ ഡാറ്റ തരുന്ന, ഇൻഫർമേഷൻസ് തരുന്ന, നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ഗ്രോത്തിനൊക്കെ പിന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെ മാത്രം എന്ത് ചെയ്യാം, പിന്നെ ഫോളോ ചെയ്യാന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഡിജിറ്റൽ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയാൽ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ബ്രെയിൻ റോട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കുറെ കൂടി നമ്മുടെ ലൈഫും കുറെ കൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പം സാധാരണ ഈ ഇതില് നമ്മുടെ ഡിവൈസുകളെ കുറിച്ച് പറയും. ഡിവൈസ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു അവയവം പോലെയാണ്. അവയവം എന്താണ്, ഇപ്പൊ നമ്മുടെ കൈ, കാല്, ഇത് അവയവങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പോൾ ഡിവൈസും അതുപോലെ നമ്മുടെ അവയവം ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റാൻ പറ്റൂല. നമുക്ക് അതിൽ നിന്ന് എന്താണ് ഒരു മോചനമില്ല. ഡിവൈസിനെ നമ്മൾ ഉപയോഗിക്കണം, അത് കുറെ കൂടി ക്രിയേറ്റീവായിട്ടോ പ്രൊഡക്റ്റീവായിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസിനെ ഉപയോഗിക്കണം. അപ്പോൾ സാധാരണ ഇതിൽ പറയുന്നത് വെച്ചാൽ പിന്നെ ഡിവൈസിന്റെ അണ്ടറിൽ നമ്മളാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ അണ്ടറിലാവണം ഡിവൈസ്. നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ തോന്നുമ്പോൾ ഉപയോഗിക്കാൻ പറ്റണം.
നമുക്ക് ഒഴിവാക്കാൻ തോന്നുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ അണ്ടറിൽ ഒരു ഡിവൈസ് ആവുമ്പോഴാണ് എന്താണ് നമ്മുടെ ലൈഫ് കുറെ കൂടി ഈ ഒരു ഡിജിറ്റൽ ഏജിൽ കുറെ കൂടി ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ എന്ന് പറയുന്ന സംഗതി.